ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് ഓണസദ്യക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഇനി നല്ല ഫ്രഷ് കറിവേപ്പില 1-2 തണ്ട് ചേർത്ത് കൊടുക്കും. കറിവേപ്പില നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കനത്തിൽ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അതിനനുസരിച്ച് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിന്ന് ഇതിലേക്ക് 1/4 കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തൊലിയോടുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എരിവിനായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് തീ ഏറ്റവും കുറച്ച് വെച്ച് ഇത് മൂപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഞാനതിലേക്ക് ചേർത്തത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് 1/4 ടീസ്പൂണും കായപ്പൊടി 1/2 ടീസ്പൂണും. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത ഒരു മണം വരണം, അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മുളക് പൊടിയും കായവും ഉലുവായും എല്ലാം മാങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്കിനി ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളം ഈ അളവിലേക്ക് വേണ്ടി വരും. അതിന് പാകത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം, കാരണം ഇത് ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാങ്ങയൊക്കെ ചേർത്ത് വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒന്നെടുത്ത് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ആ മാങ്ങ വഴന്ന് വരുമ്പോഴേക്ക് വെള്ളവും കറക്റ്റ് പാകത്തിനായി കിട്ടും. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി 1/2 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കണം, പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്തത്. ആ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകം കറക്റ്റ് ആണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് തണുക്കണം. അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അത് കുപ്പിയിലാക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഒരു കുപ്പിയിലേക്കാണ് അച്ചാർ ഇടേണ്ടത്. ഇത് അധികം നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. മാക്സിമം ഒരു 2 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഒത്തിരി നേരത്തെ തയ്യാറാക്കി വെക്കണമെന്നുമില്ല. സദ്യയുടെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ നമുക്കിത് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്തത്. ഒരുപാട് നാൾ നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ അത് കനച്ച ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തീർക്കണം. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.